എപ്പോഴെങ്കിലും സാർ പൃഥ്വിരാജിനെ ഈ കഥ കൺസീവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോൾ തന്നെ പൃഥ്വിരാജിനെ തന്നെ സാർ നായകനാക്കാൻ തീരുമാനിച്ചിരുന്നോ? എങ്ങനെയാണ് അതിൻ്റെ? ഈ കഥ പ്ലാൻ ചെയ്യുമ്പോൾ രംഗ് പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടറായിട്ട് സെലക്ഷൻ കിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ, വളരെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും വരുന്നൊരു പയ്യൻ്റെ കഥ ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ അതൊരു ആക്ഷൻ ഓറിയൻറ്റഡാണ് ആയിരിക്കണമെന്ന് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ആക്ഷൻ, ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ആക്ഷൻ ഇഷ്ടമാണ്. അത്ര പടങ്ങൾ വരാറില്ല. അങ്ങനെ ഒരു പടമായി ആയിരിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഇവിടെ മമ്മൂട്ടിക്ക് ഈ ഡിഗ്രി കഴിഞ്ഞ പയ്യൻ്റെ വേഷം എടുക്കാൻ പറ്റില്ല, മോഹൻലാലിന് പറ്റില്ല, സുരേഷ് ഗോപിക്ക് പറ്റില്ല. ഇങ്ങനൊരു സബ് ഇൻസ്പെക്ടറുടെ ആക്ഷൻ വേഷത്തെപ്പറ്റി എൻ്റെ മനസ്സിൽ കടന്നു വന്നത് പൃഥ്വിരാജാണ്. കാരണം എൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടത്തിൽ സ്വന്തം ഹാൻഡിക്യാപ്ഡായ സ്വന്തം പെങ്ങൾക്കു വേണ്ടി എവിടെയും ആ പെങ്ങളെ കളിയാക്കുന്നവർക്കെതിരെ രോഷാകുലനായി ചാടി വീഴുന്നൊരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടറാണ് ചെയ്തത്. അതിനകത്ത് പൃഥ്വിരാജ് കാണിച്ചൊരു ബോൾഡ്നെസ്, ആക്ഷനിൽ കാണിച്ചൊരു സ്മാർട്ട്നെസ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്ന ഈ മാൻലി രൂപമാണ്. ആ രൂപം പക്ഷേ യങ്ങാണ് വളരെ. എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് മോൾഡ് ചെയ്യാൻ തീരുമാനിച്ചു. പൃഥ്വിയോട് വിളിച്ച് ചോദിച്ചു. പൃഥ്വി ഒരു കോടി രൂപയുടെ ലോട്ടറി ബമ്പറടിച്ച ഒരവസ്ഥയിലാണ് എന്നോട് തിരിച്ചു പറഞ്ഞത്, സാർ ഞാൻ റെഡിയാണ് സാർ, എന്തിനും റെഡിയാണ് സാർ, എന്ത് റിസ്ക് എടുക്കാൻ റെഡിയാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്. സാറ് 10 അടി ചാടാൻ പറഞ്ഞാൽ ഞാൻ 100 അടി ചാടും സാർ എന്ന് പറയുന്ന ഒരു യുവനടനെയാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട് കലാഭവമണിയെ കൊണ്ടുവന്നതും ജയസൂര്യയെ കൊണ്ടുവന്നതും ഒക്കെ അങ്ങനെയായിരുന്നു. കലാഭവമണിയെ കൊണ്ടുവരാൻ കാര്യം കലാഭവമണിയുടെ ഒരു ഭയങ്കര നടനുണ്ടെന്ന് എനിക്ക് തോന്നിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ടും ഇന്ന് മലയാള സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്യാൻ പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരാളില്ല എന്നെവിടെയും ഞാൻ ഉറച്ചു പറയാം.